ARTOWZിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. ഫോട്ടോഷോപ്പിൽ ഫ്ലക്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫ്ലക്സിൽ കൊടുക്കേണ്ട കളർ, അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് സെറ്റിംഗ്സ്, റിസൊല്യൂഷൻ, 6:4:10:10 എന്നൊക്കെ പറയുന്ന സൈസ് എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡിസൈനേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിലാണ്. ഞാനിപ്പോൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളെ അത് കാണിക്കാം. പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ ആദ്യം സൈസാണ് സെറ്റ് ചെയ്യേണ്ടത്. സാധാരണയായിട്ട് നമുക്ക് വർക്ക് തരുന്ന ആൾ നമ്മളോട് പറയുന്നത് 6:4 ഫ്ലക്സ് വേണം, അതല്ലെങ്കിൽ 10:10 ഫ്ലക്സ് വേണം എന്നൊക്കെ ആയിരിക്കും. ഇതിലെ ഈ 6:4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സിൻ്റെ ഒരു സൈഡ് 6 ഫീറ്റും മറ്റേ സൈഡ് 4 ഫീറ്റും ആയിരിക്കും. അപ്പോൾ ഒരു ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 12 ഇഞ്ചാണ്. 12 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഏകദേശം ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിൽ എത്ര വലിപ്പം വരുന്നു, ആ ഒരു വലിപ്പമാണ് ഒരു ഫീറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ 6:4 ഒരു ഫ്ലക്സിൻ്റെ സൈസാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുന്നു. ഒരു ഫീറ്റ് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 6 × 12 എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 72 എന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ 72 ഇഞ്ചാണ് ഫ്ലക്സിൻ്റെ വിഡ്ത്ത് വരുന്നത്. അടുത്തതായിട്ട് 4 ആണ്. 4 അടി എന്ന് പറയുന്നത് 4 × 12 ആണ്, സമം 48 ആണ്. അപ്പോൾ ഒരു ഭാഗം 72ഉം മറ്റേ ഭാഗം 48ഉമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പിക്സൽ എന്നിടത്ത് ഇഞ്ച് എന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ ഒരു ഭാഗത്ത് 72 ഇഞ്ച് എന്ന് സെലക്ട് ചെയ്യുന്നു. മറ്റേ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള 48 എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ സൈസ് കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റിസൊല്യൂഷനാണ്. നമ്മൾ സാധാരണയായിട്ട് ഫ്ലക്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് 72 റിസൊല്യൂഷൻ കൊടുക്കേണ്ടത്. പ്രിൻറ്റിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മറ്റുള്ള വർക്കുകൾക്കാണെങ്കിൽ റിസൊല്യൂഷൻ 300 ആണ് കൊടുക്കേണ്ടത്. എന്നാൽ ഇത് ഫ്ലക്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൊല്യൂഷൻ 72 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ റിസൊല്യൂഷനും സെറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കളർ മോഡ് എന്നതാണ്. കളർ മോഡ് ഇവിടെ ഓൾറെഡി RGB ആണ് സെലക്ട് ആയി കിടക്കുന്നത്. എന്നാൽ നമ്മൾ CMYK കളർ മോഡാണ് സെലക്ട് ചെയ്യേണ്ടത്. പ്രിൻറ്റിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ വർക്കുകൾക്കും CMYK കളർ മോഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ CMYK എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാനുള്ള വർക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ കളർ മോഡ് RGB എന്നാണ് കൊടുക്കേണ്ടത്. നമ്മൾ RGBക്ക് പകരം CMYK എന്ന് കൊടുത്തുകൊണ്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കളർ ഏകദേശം ഈ ഒരു രൂപത്തിലായിരിക്കും വരുന്നത്. അത് ഒരു പ്രത്യേക ലൈറ്റ്നെസ് CMYKയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ RGB എന്ന കളർ യൂസ് ചെയ്യാം. പ്രിൻറ്റിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ CMYK കളർ മോഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കളർ മോഡും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ശേഷം ഇവിടെ ക്രിയേറ്റ് എന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫ്ലക്സ് ഡിസൈൻ ചെയ്യാനുള്ള പേജ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഫോണ്ട് സൈസാണ്. നമുക്കറിയാം ഫ്ലക്സ് എന്ന് പറയുന്നത് റോഡിൻ്റെ സൈഡിലോ അതല്ലെങ്കിൽ മറ്റു പോസ്റ്റിന് മുകളിലൊക്കെ ആയിരിക്കും സാധാരണയായിട്ട് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അതൊന്നും ആരും സാധാരണയായിട്ട് അടുത്തു പോയിട്ട് വായിക്കാറില്ല. അപ്പോൾ നമ്മൾ ഫ്ലക്സിൽ ചെറിയ ഫോണ്ടുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വായിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ വായിക്കാൻ പറ്റുന്ന കുറച്ച് വലിയ രീതിയിലുള്ള ഫോണ്ടുകളൊക്കെ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അടുത്ത പോയിന്റ് പറയുന്നതിന് മുമ്പായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത പോയിന്റ് കളറിനെ കുറിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം ഫ്ലക്സി എന്ന് പറയുന്നത് ഒരുപാട് വെയിലും മഴയും ഒക്കെ കൊള്ളാൻ സാധ്യതയുള്ള ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ അത് ലൈറ്റ് ആയിട്ടുള്ള യെല്ലോ പോലെയുള്ള കളറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെയിലും മഴയൊക്കെ കൊണ്ട് അത് ഫെയ്ഡായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലക്സിലുള്ള പ്രധാനപ്പെട്ട ടെക്സ്റ്റുകൾക്കൊക്കെ ഡാർക്ക് കളർ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സാധാരണയായിട്ട് ഫ്ലക്സ് കടയിലൊക്കെ വർക്ക് ചെയ്യുന്ന പലരും ഈ ഒരു കളർ കോഡ് യൂസ് ചെയ്തുകൊണ്ടാണ് അവർ കളർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് റെഡ് കളർ ലഭിക്കുന്നതിന് വേണ്ടി അവർ ഇതേപോലെ ഏതെങ്കിലും ഒരു റെഡ് കളർ ഇവിടെ നിന്ന് പിക്ക് ചെയ്യാറില്ല. അതിന് പകരമായിട്ട് ഇവിടെ C എന്നതിൽ 0 എന്ന് കൊടുക്കുന്നു, M എന്നതിൽ 100 കൊടുക്കുന്നു, ഇവിടെ തന്നെ Y എന്നതിലും 100 എന്ന് കൊടുക്കുന്നു, ഇവിടെ K എന്നതിൽ 0 കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്ന ഒരു റെഡ് ഉണ്ട്. അതാണ് പ്യുവറായിട്ടുള്ള റെഡ്. അത്തരത്തിലുള്ള കളർ കോഡുകളൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ലിസ്റ്റിൽ കളറുകളൊക്കെ ലഭിക്കാനുള്ള കറക്റ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്. റെഡ് ലഭിക്കുന്നതിന് വേണ്ടി M100, Y100, അതുപോലെ തന്നെ ബ്ലൂ ഡാർക്ക് ബ്ലൂ ലഭിക്കുന്നതിന് വേണ്ടി C100, അതുപോലെ തന്നെ M എന്നത് 100, അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ C100, Y100,
B എന്നത് 50. ഈ ഒരു കളർ കോഡ് യൂസ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്യുന്നതാണ് നമ്മുടെ പ്രിൻറ്റിങ്ങിനും അതുപോലെ തന്നെ ഫ്ലക്സ് മെഷീനൊക്കെ നല്ലത്. അപ്പോൾ കഴിയുന്നിടത്തൊക്കെ ഇത്തരത്തിലുള്ള കോഡുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാതെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കോഡുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്യുന്നതാണ് പ്രിൻറ്റിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഡിസൈനുകളിൽ നല്ലത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. ഇത്തരത്തിൽ ഫോട്ടോഷോപ്പിൽ തുടക്കക്കാരായ ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.